കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിലായിരിക്കുന്ന വാത്സല്യ ദൈവമക്കൾക്ക് വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് രാത്രികാലം പ്രവൃത്തി പുസ്തകം 10-ാം അധ്യായത്തിലെ കൊർന്നല്യോസ് എന്ന ഒരു ശതാധിപൻ, റോമൻ ശതാധിപൻ, അദ്ദേഹം ജാതീയനായിരുന്നു, യഹൂദമതം സ്വീകരിച്ചവനായിരുന്നു, പിന്നീട് ക്രിസ്ത്യാനിയായി എന്നൊക്കെ പറയപ്പെടുന്നു. ചരിത്രം എന്തു ആകട്ടെ, നമുക്ക് ആ വ്യക്തിയുടെ ജീവിതത്തിലുണ്ടായ ഒരു വലിയ മാനസാന്തരം, അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ളൊരു ബന്ധം, ആ 10-ാം അധ്യായത്തിൽ തന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ചില വിഷയങ്ങൾ, തൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഈടുറ്റ ചില ആത്മീയ അനുഭവങ്ങളെ ഒന്ന് ധ്യാനിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ആ ഭാഗം ഞാൻ ചിന്തിപ്പാനായിട്ട് കർത്താവിൽ ശരണപ്പെടുന്നത്. കൊർന്നല്യോസ് ദൈവത്തെ ഭയപ്പെടുന്നവൻ എന്ന പേരിന് അർത്ഥമുണ്ടെന്നൊക്കെ പറയപ്പെടുന്നു. എന്തുവാകട്ടെ, പ്രവൃത്തി പുസ്തകം 10-ാം അധ്യായത്തിൽ കൊർന്നല്യോസിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. നല്ലൊരു ജാതീയനാണെന്നൊക്കെ ശക്തമായ വാദിക്കുന്നവരുണ്ട്. എന്തുവാകട്ടെ, റോമൻ ശതാധിപനായിരുന്നു. ശതാധിപൻ എന്ന് പറയുമ്പോൾ 100 പേർക്ക് അധിപൻ എന്നൊരു പഠനമുണ്ട്. 100 പേരെ ലെഫ്റ്റ് റൈറ്റ് അടിച്ചു കൊണ്ട് നടക്കുന്ന ഒരു നേതാവ്, ഒരു ശതാധിപൻ, ഒരു കമാൻഡർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കൈസരിയിൽ ഇത്താലിക്ക എന്ന പട്ടാളത്തിൽ കൊർന്നല്യോസ് എന്ന പേരുള്ള ശതാധിപനുണ്ടായിരുന്നു. അവൻ ഭക്തനും തൻ്റെ സകല ഗൃഹത്തോടുകൂടി ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ദാനധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. തൻ്റെ ക്വാളിറ്റിയാണ് ഇവിടെ എടുത്ത് കാണിക്കുന്നത്. താനൊരു ഭക്തനായിരുന്നു, സകല ഗൃഹത്തോടും കൂടി ദൈവത്തെ ഭയപ്പെടുന്നവൻ, ജനത്തിന് വളരെ ദാനധർമ്മം കൊടുക്കുന്നവൻ, എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവൻ. 10-ന്റെ 1-2 വാക്യങ്ങളിലാണത്. പ്രവൃത്തി 10-ന്റെ 1-2 വാക്യങ്ങൾ. അതിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: അവൻ നീതിമാനായിരുന്നു, നീതിമാനും ദൈവഭക്തനും യഹൂദന്മാരുടെ സകല ജാതിയാലും നല്ല സാക്ഷ്യം കൊണ്ടവനും. എന്തൊക്കെ ക്വാളിറ്റി ഉണ്ടവന്? ഒരു ഭക്തനാണ്, സകല ഗൃഹത്തോടുകൂടി ദൈവത്തെ ഭയപ്പെടുന്നവനാണ്, ജനത്തിന് വളരെ ദാനധർമ്മം ചെയ്യുന്നവനാണ്, എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവനാണ്, നല്ല സാക്ഷ്യമുള്ളവനാണ്, നീതിമാനായിരുന്നു. അപ്പോൾ അവന് ഒരു ഭക്തനായ ഒരു മനുഷ്യൻ, പ്രാർത്ഥനയുള്ളൊരു മനുഷ്യൻ, ദാനധർമ്മം ചെയ്യുന്നൊരു മനുഷ്യൻ, ഒത്തിരി ക്വാളിറ്റികൾ അവനുണ്ട്. നമ്മൾ പഠിക്കുമ്പോൾ പഴയ നിയമത്തിൽ ജോബിനെ കുറിച്ച് പറയുന്നത്, ജോബ് നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകന്നവനും. ജോബ് 1-ന്റെ 8-ാം വാക്യത്തിലും അത് പറയുന്നുണ്ട്. നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദൈവഭക്തൻ, ദോഷം വിട്ടകന്നവൻ, നല്ല സാക്ഷ്യമുള്ള ഒരു ജോബ്. ഞാൻ ആ ജോബിൻ്റെ ഭാഗത്തേക്ക് പോകുന്നില്ല. ഈ കൊർന്നല്യോസിൻ്റെ ഈ 10-ാം അധ്യായം, പ്രവൃത്തി 10 ഇന്നത്തെ ധ്യാനമായിരുന്നു. ധ്യാനിച്ചപ്പോൾ അതൊരു മെസ്സേജായിട്ട് പറയണമെന്ന് ഹൃദയത്തിൽ താല്പര്യം തോന്നി. ഇന്നിങ്ങനെയുള്ള മനുഷ്യർ, നമ്മൾ പെന്തക്കോസ്തുകാരെന്ന് പറയുന്നവർ, നമുക്ക് ഈ സാക്ഷ്യം ഉണ്ടോ? ഒരാത്മപരിശോധന നടത്തുന്നത് നന്നായിരിക്കും. നമ്മൾ ഭക്തന്മാരാണോ? കുടുംബമായി ദൈവത്തെ ഭയപ്പെടുന്നവരാണോ? ദാനധർമ്മം ചെയ്യുന്നവരാണോ? ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരാണോ? നീതിമാന്മാരാണോ? നല്ല സാക്ഷ്യം കൈക്കൊണ്ടവരാണോ എന്ന് നമ്മെ തന്നെ ഈ 2026-ന്റെ മെയ് മാസം ഒന്ന് പുനഃപരിശോധന ചെയ്യുന്നത് നന്നായിരിക്കും. ഭക്തന്മാരൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, വചനം എല്ലാമൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ മനുഷ്യർക്കുള്ള സാക്ഷി നമുക്കുണ്ടോ? ജോബിനുള്ള സാക്ഷി, നിഷ്കളങ്കൻ, നേരുള്ളവൻ,
യഹോഭക്തൻ, ദോഷം വിട്ടകന്നവൻ. ഹല്ലേലൂയ, സ്തോത്രം. ജോബിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ വിഷയത്തിലേക്ക് വരാം. 31 അധ്യായം, യോബിൻ്റെ പുസ്തകം 31 എല്ലാ ദൈവമക്കളും വായിച്ച് പഠിച്ചിരിക്കേണ്ട ഒരു അധ്യായമാണ്. എല്ലാ അധ്യായങ്ങൾക്കും പ്രാധാന്യമുണ്ടെങ്കിലും എസ്പെഷ്യലി തൻ്റെ സാക്ഷ്യം, തൻ്റെ അനുഭവം വെളിപ്പെടുത്തുക. ഞാൻ എൻ്റെ കണ്ണുമായ ഒരു നിയമം ചെയ്തു, പിന്നെ ഞാനൊരു കന്യകയെ നോക്കുന്നത് എങ്ങനെ? എല്ലാ വാക്യം വായിക്കുന്നില്ല, ചിലത് മാത്രം. ഞാൻ കപടത്തിൽ നടന്നുവെങ്കിൽ, എൻ്റെ കാൽ വഞ്ചനയ്ക്ക് ഓടിയെങ്കിൽ, ദൈവം എൻ്റെ പരമാർത്ഥത അറിയേണ്ടതിന് ഒത്ത ത്രാസിൽ എന്നെ തൂക്കി നോക്കുമാറാകട്ടെ. എൻ്റെ കാലടി വഴിവിട്ട് മാറിയെങ്കിൽ, എൻ്റെ ഹൃദയം എൻ്റെ കണ്ണിന് പിന്തുടർന്നുവെങ്കിൽ, വല്ല കറയും എൻ്റെ കൈക്ക് പറ്റിയെങ്കിൽ, ഞാൻ വിധിച്ചത് മറ്റൊരുത്തൻ തിന്നട്ടെ, എൻ്റെ സന്തതിക്ക് മൂലനാശം ഭവിക്കട്ടെ. എൻ്റെ ഹൃദയം സ്ത്രീയിൽ ഭ്രമിച്ചു പോയെങ്കിൽ, കൂട്ടുകാരൻ്റെ വാതിക്കൽ ഞാൻ പതിയിരുന്നെങ്കിൽ, എൻ്റെ ഭാര്യ മറ്റൊരുത്തന് മാവ് പിടിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ ദാസനോ ദാസിയോ എന്നോട് വാദിച്ചിട്ട് ഞാൻ അവരുടെ ന്യായം തള്ളിക്കളഞ്ഞെങ്കിൽ, ദൈവം എഴുന്നേൽക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഹല്ലേലൂയ, സ്തോത്രം. ദരിദ്രന്മാരുടെ ആഗ്രഹം ഞാൻ മുടക്കിയെങ്കിൽ, അനാഥന് അംശം കൊടുക്കാതെ ഞാൻ തനിച്ച് എൻ്റെ ആഹാരം കഴിച്ചെങ്കിൽ, ഒരുത്തൻ വസ്ത്രമില്ലാതെ നശിച്ചു പോകുന്നതോ ദരിദ്രൻ പുതപ്പില്ലാതെ ഇരിക്കുന്നതോ ഞാൻ കണ്ടിട്ട് അവൻ്റെ അര എന്നെ അനുഗ്രഹിച്ചില്ലെങ്കിൽ, എൻ്റെ ആടുകളുടെ രോമം കൊണ്ട് അവന് കുളിർ മാറിയില്ലെങ്കിൽ, പട്ടണവാതിക്കൽ എനിക്ക് സഹായം കണ്ടിട്ട് ഞാൻ അനാഥൻ്റെ നേരെ കയ്യോങ്ങിയെങ്കിൽ, എൻ്റെ ഭുജം തോൾപ്പലകയിൽ നിന്ന് വീഴട്ടെ, എൻ്റെ കൈയുടെ ഏപ്പ് വിട്ടുപോകട്ടെ. ചില വാക്യങ്ങളോട് വായിച്ചിട്ട് ഞാൻ വിഷയത്തിലേക്ക് വരാം. ഞാൻ പൊന്ന് എന്നെ ശരണമാക്കിയെങ്കിൽ, തങ്കത്തോട് നീ എൻ്റെ ആശ്രയമെന്ന് പറഞ്ഞുവെങ്കിൽ, എൻ്റെ ധനം വളരെ ആയിരിക്ക കൊണ്ടും എൻ്റെ കൈ അധികം സമ്പാദിച്ചിരിക്ക കൊണ്ടും ഞാൻ സന്തോഷിച്ചുവെങ്കിൽ, ഇതൊക്കെ ഒരു വെല്ലുവിളിയാണ് കേട്ടോ. നമുക്ക് ഇത് വിശദിച്ച് പറയാൻ സമയം എൻ്റെ മുമ്പിലില്ല. എൻ്റെ വൈരിയുടെ നാശത്തെങ്കിൽ ഞാൻ സന്തോഷിക്കുകയോ അവൻ്റെ അനർത്ഥത്തെങ്കിൽ ഞാൻ നിഗളിക്കുകയോ ചെയ്തു എങ്കിൽ. 33, 34 കൂടി വായിച്ചിട്ട് ഞാൻ വിഷയത്തിലേക്ക് വരിക. ഞാൻ ആദാമിനെ പോലെ എൻ്റെ ലംഘനം മൂടി വെച്ച് എൻ്റെ അകൃത്യം മാർവിടത്ത് മറച്ചു വെച്ചുവെങ്കിൽ, മഹാപുരുഷാരത്തെ ശങ്കിക്കൊണ്ടും വംശക്കാരുടെ തിന്മ എന്നെ ഭ്രമിപ്പിക്കൊണ്ടും ഞാൻ വാതിലിന് പുറത്തിറങ്ങാതെ മിണ്ടാതിരുന്നു എങ്കിൽ. അവസാനം താൻ പറയുന്നൊരു സാക്ഷ്യം, എൻ്റെ കാലടികളുടെ എണ്ണം ഞാൻ അവനെ ബോധിപ്പിക്കും. സ്വതന്ത്രം. എൻ്റെ നിലം എൻ്റെ നേരെ നിലവിളിക്കുകയോ അതിൻ്റെ ഉഴച്ചാലുകൾ ഒന്നിച്ച് കരയുകയോ ചെയ്തുവെങ്കിൽ, വില കൊടുക്കാതെ ഞാൻ അതിൻ്റെ വിളവ് തിന്നുകയോ അതിൻ്റെ ഉടമക്കാരുടെ പ്രാണൻ പോകുവാൻ സംഗതിയാകുകയോ ചെയ്തു എങ്കിൽ. ഇതൊന്ന് വായിച്ച് പഠിച്ചോണേ. ഞാനിത് വിശദീകരിച്ച് പറയാൻ എൻ്റെ മുമ്പിൽ സമയമില്ല, എൻ്റെ വിഷയം അതല്ല. ജോബിൻ്റെ പുസ്തകം 31 അധ്യായം തൻ്റെ പ്രാഗൽഭ്യത്തെ കാണിക്കുക. ജോബ് തൻ്റെ പ്രാഗൽഭ്യം വെളിപ്പെടുത്തുക. നിഷ്കളങ്കൻ, നേരുള്ളവൻ, യഹോഭക്തൻ, ദോഷം വിട്ടകന്നവൻ. ദൈവമക്കളാകുന്ന നമുക്ക് ഈ സാക്ഷ്യം വേണ്ടേ? പഴയ നിയമത്തിലൊരു ഭക്തന്റെ ചരിത്രമാണ് ഞാൻ വായിച്ചത്. പുതിയ നിയമത്തിലെ കൊർന്നല്യോസ്, പ്രവൃത്തി 10 വെളിപ്പെടുത്തുന്ന കൊർന്നല്യോസ് ഭക്തനാണ്, സകല ഗൃഹത്തോടും കൂടി ദൈവത്തെ ഭയപ്പെടുന്നവനാണ്, ദാനധർമ്മം കൊടുക്കുന്നവനാണ്, എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവനാണ്, നീതിമാനാണ്, നല്ല സാക്ഷ്യം കൈക്കൊണ്ടവൻ. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഇതൊരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കുവാൻ ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ പ്രബോധിപ്പിക്കുക. ഈ മനുഷ്യൻ, ശതാധിപൻ, 100 പേർക്ക് അധിപനായ മനുഷ്യൻ, ഇത്രയും ആത്മീക ഗുണഗണങ്ങളുള്ള ഒരു വ്യക്തിയാണ്.
അവനൊരു ദർശനം കിട്ടി. അതാണ് 8-ാം വാക്യത്തിൽ പറയുന്നത്. അവൻ പകൽ ഏകദേശം 9 മണി നേരത്ത് ഒരു ദർശനത്തിൽ ഞാൻ ഒരു ദൈവദൂതൻ തൻ്റെ അടുക്കൽ വരുന്നത് സ്പഷ്ടമായി കണ്ടു. കൊർന്നല്യോസേ എന്ന് തന്നോട് പറയുന്നതും കേട്ടു. അവൻ അവനെ ഉറ്റുനോക്കി ഭയപരവശനായി. എന്താകുന്നു കർത്താവേ എന്ന് ചോദിച്ചു. അവനോട്, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിൻ്റെ മുൻപിൽ എത്തിയിരിക്കുന്നു. നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിൻ്റെ മുൻപാകിൽ എത്തിയിരിക്കുന്നു. ഇപ്പോൾ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് പേരുള്ള ശീമോന് വരുത്തുക. അവൻ തോൽക്കൊല്ലനായ ശീമോൻ എന്ന ഒരുവൻ്റെ കൂടെ പാർക്കുന്നു. അവൻ്റെ വീട് കടൽപ്പുറത്താകുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. അപ്പോൾ ഭക്തനായ ഒരു യഹൂദനോ ജാതിപ്പെട്ടവനോ ആണെന്നൊക്കെ വിവാദമുണ്ട്. അതിലേക്ക് പോകുന്നില്ല. പ്രാർത്ഥിക്കുന്നവനാ, ഭക്തനാ. പക്ഷേ അവനൊരു റിപ്പൻഡൻ്റ് ആൻഡ് ബാപ്റ്റിസം, മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തിലേക്ക് വരണമായിരുന്നു. അത് മനസ്സിലാക്കുക. നല്ല ഭക്തന്മാരുണ്ട്, കറവുകീർന്ന ഭക്തന്മാരുണ്ട്. അവർക്ക് ദൈവരാജ്യത്ത് പോകണമെങ്കിൽ അപ്പോസ്തലന്മാർ പറയുന്ന സുവിശേഷത്തിൻ്റെ സത്യം അനുസരിക്കേണ്ടതായിട്ടുണ്ട്. പത്രോസിനെ വരുത്താനാണ് പറയുന്നത്. ഉടനെ കൊർന്നല്യോസ് അത് ചെയ്യുന്നുണ്ട്. ഇതിൽ വേറൊരു സത്യം കൂടി ഒളിഞ്ഞിരിപ്പുണ്ട്. ജാതികൾക്ക് രക്ഷ ഉണ്ടെന്നുള്ള പത്രോസിൻ്റെ മുൻപിൽ ഒരു വ്യക്തമായ അടയാളത്തോടു കൂടി ഒരു ദൈവപ്രവൃത്തി ആയിരുന്നു എന്ന് ഞാൻ പറയട്ടെ. കൊർന്നല്യോസും കുടുംബവും രക്ഷിക്കപ്പെട്ട് ദൈവത്തിലേക്ക് വന്നത് ജാതികൾക്ക് മാനസാന്തരത്തിനിട നൽകിയല്ലോ എന്ന് അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. സ്തോത്രം. അപ്പം നമ്മൾ എത്ര ഭക്തന്മാരായിരുന്നെങ്കിലും അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് അനുസരിക്കേണ്ട ആവശ്യകതയുണ്ട്. പത്രോസിനെ വരുത്താൻ പറയുന്നു, ശീമോനെ വരുത്തുക. ഞാൻ എല്ലാം പറയാൻ എൻ്റെ മുമ്പിൽ സമയമില്ല. 33-ാം വാക്യത്തിൽ പത്രോസ് കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ വരുന്നു. ഞാൻ ആ വാക്യം വായിക്കാം. നീ വന്നതുപകാരം, കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെയും കേൾപ്പാൻ ഞങ്ങളെല്ലാവരും ഇവിടെ ദൈവത്തിൻ്റെ മുൻപാകെ കൂടിയിരിക്കുന്നു. കർത്താവ് നിന്നോട് കൽപ്പിച്ചത് കേൾപ്പാൻ ഞങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ മുൻപാകെ കൂടിയിരിക്കുന്നു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാത്തക്കൊണ്ട് ഉപദേശിച്ചുകൊണ്ട്. കർത്താവ് കൽപ്പിച്ചത്, മോശ കൽപ്പിച്ചതല്ല, കർത്താവ് കൽപ്പിച്ചത്. കൊർന്നല്യോസ് പറയുക, കർത്താവ് കൽപ്പിച്ചു, നിന്നോട് കർത്താവ് കൽപ്പിച്ചതൊക്കെ കേൾക്കണം ഞങ്ങൾക്ക്. ഈ അപ്പോസ്തലന്മാർ തരുന്ന ഉപദേശം മുഴുവൻ കർത്താവ് കൽപ്പിച്ചത് തന്നെയാ. കർത്താവ് അവരെ പഠിപ്പിച്ചു, എനിക്കുള്ള ഒത്തിരി പറവാനുണ്ട്, വഹിപ്പാൻ കഴിവില്ല. ആത്മാവ് വരുമ്പോൾ സകല സത്യത്തെക്കുറിച്ചും പഠിപ്പിക്കുന്നു. കർത്താവ് പറഞ്ഞു, ആത്മാവ് വന്നപ്പോൾ ആത്മാവ് പഠിപ്പിച്ചു, കർത്താവ് പഠിപ്പിച്ചു പ്ലസ് ആത്മാവ് പഠിപ്പിച്ചു = അപ്പോസ്തലന്മാരുടെ ഉപദേശം. ഈ നിലയിൽ നമ്മൾ കാര്യം മനസ്സിലാക്കിയില്ലെങ്കിൽ കുഴഞ്ഞത് തന്നെ. ഹല്ലേലൂയ. അപ്പം നീ വന്നതുപകാരം, കർത്താവിനോട് കൽപ്പിച്ചതൊക്കെയും കേൾപ്പാൻ ഞങ്ങളെല്ലാവരും ദൈവത്തിന് മുൻപാകെ കൂടിയിരിക്കുന്നു. അപ്പോൾ പത്രോസ് വായു തുറന്ന് പ്രസംഗിച്ച പ്രസംഗം നമ്മളെല്ലാവരും ഒന്ന് മനസ്സിലാക്കണമേ എന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുക. യഹൂദന്മാർക്ക് മാത്രമേ രക്ഷയുള്ളൂ എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു ഗ്രൂപ്പായിരുന്നു പത്രോസും മറ്റു യഹൂദന്മാരൊക്കെ. ആ ജാതികൾക്കും കൂടി ഉള്ളതാണ് യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷയെന്ന് വളരെ വ്യക്തമായി ശക്തമായി പുസ്തകത്തിലൂടെ നമുക്ക് പഠിക്കാൻ കഴിയുന്നു. ജാതികൾക്കും രക്ഷ ഉണ്ടെന്നുള്ളൊരു വെളിപ്പാടാണ് ഈ പ്രവൃത്തി പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പത്രോസിൻ്റെ പ്രസംഗം ഞാനൊന്ന് വായിക്കാം. അപ്പോൾ പത്രോസ് വായ തുറന്ന് പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷമില്ലെന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവനിപ്പോൾ അംഗീകരിക്കുന്നെന്നും ഞാനിപ്പോൾ അറിയുന്നു. അപ്പോൾ ദൈവത്തിന് മുഖപക്ഷമില്ല. ബർബറെന്നോ ശകനെന്നോ ജാതിയെന്നോ തന്ത്രിയെന്നോ മന്ത്രിയെന്നോ ഒന്നുമില്ല. കറുത്തവനും വെളുത്തവനും പണ്ഡിതനും പാമ്പനും കുചേലിനും കുബേലിനും ദൈവം മുൻപാകെ എല്ലാവരും ഒരുപോലെയാ. സ്തോത്രം. ദൈവത്തിന് മുഖപക്ഷമില്ലെന്ന് ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ടവൻ്റെ നീതി പ്രവർത്തിക്കുന്ന അവനെ അംഗീകരിക്കുന്നുവെന്ന് ഞാനിപ്പോൾ അറിയുന്നു.
അവൻ എല്ലാവരുടെയും കർത്താവായ യേശുക്രിസ്തു മൂലം സമാധാനം സുവിശേഷിച്ചുകൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് അയച്ച വചനം. പത്രോസിൻ്റെ പ്രസംഗം ഞാനങ്ങ് വായിക്കുക. യോഹന്നാൻ പ്രസംഗിച്ച സ്നാനത്തിൻ്റെ ശേഷം ഗലീലയിൽ തുടങ്ങി യഹൂദയിലൊക്കെയും ഉണ്ടായ വർത്തമാനം. നസറേനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടി ഇരുന്നു കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരൊക്കെയും സൗഖ്യമാക്കിയ കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം നിങ്ങൾ അറിയുന്നുവല്ലോ. യഹൂദാദേശത്തിലും യെരൂശലേമിലും അവൻ ചെയ്ത സകലത്തിനും ഞങ്ങൾ സാക്ഷികൾ. അവനെ അവർ മരത്തിൽ തൂക്കിക്കൊന്നു. ദൈവം അവനെ 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു. സകല ജനത്തിനുമല്ല, ദൈവം മുൻകൂട്ടി നിയമിച്ച സാക്ഷികളായി അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം അവനോടുകൂടി തിന്നുകുടിച്ച് നടന്നവർക്കായ ഞങ്ങൾക്ക് തന്നെ പ്രത്യക്ഷനാക്കി തന്നു. കർത്താവ് പ്രത്യക്ഷപ്പെട്ടത് കർത്താവിനോടുകൂടി തിന്നുകുടിച്ച് നടന്ന ശിഷ്യന്മാർക്ക്. വളരെ പ്രധാനമായിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ് വിഷയം. അതുകൊണ്ടാണ് 1 യോഹന്നാനിൽ വരുമ്പോൾ ഞങ്ങൾ കണ്ടു, കേട്ടു, തൊട്ടു, നോക്കി. യേശുവിനെ കണ്ടു, യേശുവിനെ കേട്ടു, യേശുവിനെ തൊട്ടു, യേശുവിനെ നോക്കി. ആ ജീവൻ്റെ വചനം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. എന്തിനാണ് അറിയിക്കുന്നത്? നിങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടായ്മ. ഞങ്ങളുടെ കൂട്ടായ്മ പിതാവിനോടും അനുപുത്രനായ യേശുക്രിസ്തുവിനോടും. നിങ്ങൾക്കും കൂട്ടായ്മ എന്തായിരിക്കണം? പിതാവിനോടും യേശുക്രിസ്തുവിനോടും ആയിരിക്കണം കൂട്ടായ്മ. നമുക്കിപ്പോൾ പാസ്റ്റർമാരോടും ഓരോരുത്തർക്കും ഓരോ ഫാനുണ്ട്. ഇന്ന പാസ്റ്റർമാർ എല്ലാം വിട്ടുകളയണം. മൂക്കിൽ ജീവശ്വാസമുള്ള മനുഷ്യരെ വിട്ടൊഴിവി. അപ്പൊല്ലോസ് നട്ടു, പൗലോസ് നനച്ചു, ദൈവപുത്രരെ വളരുമാറാക്കിയത്. നടന്നവരും നനയ്ക്കുന്നവരും ഏതുമില്ല. ദൂതാരാധന എന്ന് കൊലോസ്യ ലേഖനത്തിൽ പറയുന്ന ഒരു പ്രയോഗം പാസ്റ്റർമാരെ ആരാധിക്കുന്നതാണ്. നമുക്കറിയാം, പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിലെ ഏറ്റവും പ്രധാന സഭയായ TPM, ദ പെന്തക്കോസ്ത് മിഷൻ, പാസ്റ്റർമാരെ ദൈവത്തെ പോലെയാണ് കാണുന്നത്. അത് തെറ്റാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ പഠിപ്പിക്കുന്ന വചനത്തിൻ്റെ വെളിപ്പാട്, ഉപദേശം ദൈവവചന പുസ്തകപ്രകാരമാണെന്ന് നോക്കി അതെടുക്കുക എന്നുള്ളതാണ്. വ്യക്തികൾക്കല്ല പ്രാധാന്യം. പൗലോസാര്, പത്രോസാര്, കേഫയാരെന്ന് പൗലോസ് തന്നെ ചോദിക്കുന്നു. ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ദൈവത്തിനെ വളരുമാറാക്കിയത്. നിങ്ങൾ വിശ്വസിപ്പാൻ തക്കൊണ്ട് സുവിശേഷം പ്രസംഗിച്ചവരാണ് ഞങ്ങൾ. അത് നിങ്ങൾ വിശ്വസിച്ചപ്പോൾ സഭയായി നട്ടു. പൗലോസ്, പത്രോസ്, യോഹന്നാൻ, യാക്കോബൊക്കെ വന്ന് നനച്ചു. നടുന്നവരും നനയ്ക്കുന്നവരും ഏതുമില്ല. ദൂതാരാധന നിർത്തിക്കളയണം. അതൊരു വിഗ്രഹാരാധനയ്ക്ക് തുല്യമായി മാറിയിരിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ പത്രോസിന്റെ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗം, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം അവനോടുകൂടി തിന്നുകുടിച്ചവരായ ഞങ്ങൾക്ക് തന്നെ പ്രത്യക്ഷനാക്കി തന്നു. ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്ന് ജനത്തോട് പ്രസംഗിച്ച് സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവൻ്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ശ്രദ്ധിച്ച ഈ വേദഭാഗം. പ്രവൃത്തി 10 നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് പഠിക്കാൻ പോവുക. പത്രോസിൻ്റെ പ്രസംഗത്തിൻ്റെ പ്രസക്ത ഭാഗം, അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവൻ്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. അപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് പാപമോചനം കിട്ടും. അതാണ് നമ്മുടെ പ്രസംഗം. നിങ്ങൾ ക്രൂശിക്കപ്പെട്ട് ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. പാപോഹം പാപകർമ്മോഹം പാപാത്മാ പാപസംഭവ, പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മരിച്ച് പാപത്തിൽ നശിക്കുന്നു എന്നാണ് ഹൈന്ദവ സാക്ഷ്യം. അപ്പോൾ ഈ പാപത്തിന് പരിഹാരം വരുത്താനാണ് ദൈവപുത്രനായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്. പാപത്തിന് പരിഹാരം മറ്റിതര മാർഗങ്ങളും മതങ്ങളിലൊന്നും ആരും പഠിപ്പിക്കുന്നില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു എന്ന റോമാലേഖനം 3-ാം അധ്യായം. യഹൂദനും യവനനും എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. അപ്പൊ യേശുക്രിസ്തുവിലൂടെ ഒരു മനുഷ്യന് ലഭിക്കേണ്ടത്, അല്ലെങ്കിൽ ലോകത്തിന് ലഭിക്കേണ്ടത്, യേശുക്രിസ്തു വിശ്വസിച്ച് പാപമോചനം പ്രാപിക്കുക എന്നുള്ളതായിരിക്കും. ഇവിടെ കർത്താവിൽ വിശ്വസിച്ച കടം മാറ്റും, കഷ്ടത മാറ്റും, കണ്ണീര് തുടയ്ക്കും. ഈ ഇടയ്ക്കൊരു ബിരുദം പറഞ്ഞിരിക്കുക, സതീശൻ മുഖ്യമന്ത്രിയാകുമെന്ന് പുള്ളി പ്രവചിച്ചെന്ന്. പ്രവചനം എന്താണെന്ന് സഹോദരന് മനസ്സിലായിട്ടില്ല.
എന്താ പ്രവചനം? പെട്ടെന്ന് പറഞ്ഞു പോവാം. 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായത്തിൻ്റെ ഹല്ലേലൂയ ആ വാക്യത്തിലേക്ക് ഞാൻ വേഗത്തിൽ വരട്ടെ മക്കളെ. 3-ാം വാക്യം. പ്രവചിക്കുന്നവനോ ആത്മീയവർദ്ധനവിനും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു. അതാ പ്രവചനം. പ്രവചനത്തിൽ ആത്മീയവർദ്ധനമുണ്ട്, പ്രബോധനമുണ്ട്, ആശ്വാസമുണ്ട്. ഇന്നത്തെ പ്രവചനങ്ങളിൽ ആത്മീയവർദ്ധനവില്ല, പ്രബോധനമില്ല. പാപമോചനത്തെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. പ്രവചനമെന്നുള്ളത് യൂദയും ശീലാസും പ്രവാചകന്മാരാകിയാൽ പല വചനങ്ങളെ കൊണ്ട് അവരെ പ്രസംഗിച്ചുറപ്പിച്ചു. സ്തോത്രം. പ്രവൃത്തി 15:32 യൂദയും ശീലാസും പ്രവാചകന്മാരാണ്, പല വചനങ്ങളെ കൊണ്ട് പറഞ്ഞു പ്രബോധിപ്പിച്ചുറപ്പിച്ചു. പഴയ നിയമത്തിൽ അവരുടെ കയ്യിൽ ലിഖിതമായ പുസ്തകമില്ല, പ്രമാണമില്ല. അതുകൊണ്ടൊരു പ്രവാചകന്റെ ആവശ്യമുണ്ട്. പുതിയ നിയമത്തിൽ അവർ പ്രവചിച്ച പ്രവചന സൂക്തങ്ങൾ നമ്മുടെ കയ്യിലിരിപ്പുണ്ട്. കർത്താവ് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരാ. വിശുദ്ധ പ്രവാചകന്മാർ പഴയ നിയമത്തിൽ പുതിയ നിയമത്തിൽ പ്രവാചകന്മാർ ഒത്തിരി ഉണ്ട്. അവർ നമുക്ക് തന്നിരിക്കുന്ന ഈ പ്രവചനവാക്യങ്ങൾ, ഈ ഉപദേശങ്ങൾ, ഇത് നമ്മൾ വായിച്ച് പഠിച്ചനുസരിച്ച് ജീവിക്കുമ്പോൾ അത് നമ്മോടുള്ള പ്രവചനമായിട്ട് നമ്മൾക്ക് പഠിക്കാൻ കഴിയും, ഗ്രഹിക്കാൻ കഴിയും. ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ ലിഖിതമായ പ്രമാണം നമ്മുടെ കയ്യിലുള്ളപ്പോൾ മകനെ മകളെ എന്നുള്ള വിളിയൊന്നും ഇവിടെ വേണ്ട. കാരണം ഞാനതിനെക്കുറിച്ച് പറയുന്നത് ലാസറിൻ്റെ വിഷയത്തിൽ, ലാസർ ധനവാൻ എന്നുള്ള വിഷയത്തിൽ ധനവാനോട് കർത്താവ് പറയുന്നത് എന്താ? മകനെ മകനെ മകനെ. വല്ല ഗുണമുണ്ടായോ? വെള്ളം കിട്ടിയോ? ദാഹിച്ച വെള്ളം കിട്ടിയോ? ഇല്ല. സഹോദരന്മാരുടെ അടുക്കൽ ലാസറിനെ അയച്ചോ? ഇല്ല. പറഞ്ഞതൊന്നും നിറവേറിയില്ല. അവസാനം നശിച്ച് നരകാഗ്നിയിലേക്ക് പോകുന്ന അവസ്ഥയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ സന്ധ്യായാമത്തിൽ പ്രവചനം എന്താണ്, ഉപദേശം എന്താണ്, പ്രവാചകന്മാരുടെ ദൗത്യം എന്താണ് എന്നൊക്കെ നമ്മൾ നന്നായിട്ട് വായിച്ച് പഠിച്ച് മനസ്സിലാക്കി മുമ്പോട്ട് പോകണം. പത്രോസിൻ്റെ ലേഖനത്തിൽ പ്രവചനത്തെക്കുറിച്ച് പറയുന്നൊരു ഭാഗം കൂടി പറയാനായിട്ട് എൻ്റെ ഉള്ളിൽ ഒരു പ്രേരണയുണ്ട്. പ്രവചനവാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. 2 പത്രോസ് 1:19 വാക്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. പ്രവചനവാക്യം അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുമ്പോളും ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന്. തിരുവെഴുത്തുകളിലെ പ്രവചനമൊന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവായതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. പ്രവചനം ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയായി മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ച് സംസാരിച്ചതത്രേ. അതാണ് പ്രവചനം. ദൈവാത്മ നിയോഗത്താൽ പറയുന്നതാണ് പ്രവചനം. ഇന്നത്തെ പ്രവാചകന്മാരിൽ മറ്റൊരു ആത്മാവ്, മറ്റൊരു ക്രിസ്തു, മറ്റൊരു സുവിശേഷം മുഴുവൻ മാറിക്കിടക്കുക, വ്യവസ്ഥ മാറിക്കിടക്കുക. പല വചനങ്ങളെ കൊണ്ട് പ്രബോധിപ്പിച്ചുറപ്പിക്കുന്നവരാണ് പ്രവാചകൻ. ചക്കയിട്ടും മാങ്ങയിട്ടും തേങ്ങയിട്ടും ഇത്ര വർഷത്തിൽ മന്ത്രി, പ്രധാനമന്ത്രിയാവും, മുഖ്യമന്ത്രിയാവും ഇതൊക്കെ പ്രവചിക്കുന്നതല്ല. ഇതൊക്കെ ലോകത്തിലെ കാര്യങ്ങളാണ്. സതീശൻ പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി ആവുമെന്ന് പ്രവചിക്കുമ്പോൾ അത് കേൾക്കുന്നവൻ എന്നാ ആത്മീയവർദ്ധനമാണ്. അദ്ദേഹത്തിൻ്റെ ഉറക്കം പോയെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇതുവരെയും പുള്ളി സുഖമായിട്ട് കിടന്നുറങ്ങി. നീ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞാൽ ഊണും ഉറക്കവും കാണത്തില്ല. ഉമ്മൻചാണ്ടിക്ക് അങ്ങനെയായിരുന്നില്ല, ഉറക്കമില്ലായിരുന്നു. ഒരു ദിവസം 1-2 മണിക്കൂർ ഉറങ്ങുന്നത്. അതാ രോഗം മൂർച്ഛിച്ച് താൻ ഈ ലോകത്ത് നിന്ന് പോയെന്നൊക്കെയാണ് ഡോക്ടർമാർ പറയുന്നത്. കാരണം അതാ പറയുന്നത്, റെസ്റ്റ് എടുക്കത്തില്ല. പ്രായമായ മനുഷ്യൻ വിശ്രമമില്ലാതെ അധ്വാനിച്ചു കൊണ്ടിരുന്നു. അത് ശരീരത്തിന് ദോഷമായി തീർന്നു. പോട്ടെ, ഞാൻ ആ യഥാർത്ഥ പ്രവചനത്തിലേക്ക് വരട്ടെ. അപ്പോൾ പ്രവചനം പ്രവചനം ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മാ നിയോഗം പ്രാപിച്ച് സംസാരിച്ചത്. അപ്പം ദൈവത്തിൻ്റെ കൽപ്പനയാണ് പ്രവചിക്കേണ്ടത്.
കർത്താവിൻ്റെ വചനമാണ് എടുത്ത് പറയേണ്ടത്. അതാ പ്രവചനം. യൂദാശിലാസം പ്രവാചകൻ പരാകിയ പല വചനങ്ങളെ കൊണ്ട് പ്രബോധിപ്പിച്ചുറപ്പിച്ചു. തെറ്റിപ്പോകരുത്. ഹല്ലേലൂയ. പത്രോസ് കൊർന്നല്യോസിന്റെ ഭവനത്തിൽ വന്ന കഥകളി നടത്തുകയല്ല ചെയ്തത്. പിന്നെ എന്താ ചെയ്തുകൊണ്ടിരുന്നു? ദൈവം തന്നെ ഏൽപ്പിച്ച വചനം ശക്തിയോടെ എടുത്ത് പറഞ്ഞു. കൊർന്നല്യോസ് പറയുന്നുണ്ട്, ദൈവം നിന്നോട് കൽപ്പിച്ചു നോക്കി കേൾപ്പാൻ ഞങ്ങളിവിടെ കർത്താവ് കൽപ്പിച്ചതിനാ വിലയുള്ളത്. ഞാനോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ജോൺ 6:63. കർത്താവ് പറഞ്ഞ വചനത്തിലാണ് ജീവനുള്ളത്, ബലമുള്ളത്, ശക്തിയുള്ളത്. നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. കൊർന്നല്യോസിന്റെ ഭവനത്തിൽ പത്രോസ് വന്ന് വചനം ശക്തിയോടെ പ്രസംഗിച്ചു. പ്രസംഗിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അവര് രക്ഷിക്കപ്പെടുവാനിടയായി. അങ്ങനെയല്ലേ ഇവിടെ കാണുന്നത്? ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവൻ്റെ നാമം മൂലം പാപമോചനം ലഭിക്കും എന്ന് സകലം പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ആ പാപമോചനത്തെക്കുറിച്ചുള്ള വചനം കേട്ടപ്പോൾ തന്നെ അവർക്ക് കുറ്റബോധം ഉണ്ടായി. ഈ വാക്കുകളെ പത്രോസ് പ്രസംഗിക്കുമ്പോൾ തന്നെ ദൈവവചനം കേട്ട് എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകൾ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കുകയാൽ പത്രോസിനോടുകൂടി വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവെന്ന ദാനം ജാതികളുടെ മേൽ പകർന്നിരിക്കുക കണ്ട് വിസ്മയിച്ചു. നമ്മെപ്പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ചവരെ സ്നാനം കഴിപ്പിച്ചു കൂടാതെ വണ്ണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞു. നോക്കി അവിടെ നടന്ന മറക്കൽ. പത്രോസ് വചനം പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ വിശ്വസിച്ച എല്ലാവരുടെ മേലും ആത്മാവ് വന്നു. കൊർന്നല്യോസും കുടുംബവും മറ്റനേകര് സ്നാനപ്പെട്ട് കർത്താവിനോട് ചേരുവാനിടയായി, കർത്താവിനെ ധരിക്കാനിടയായി. ശതാധിപനായ കൊർന്നല്യോസ്, എപ്പോഴും പ്രാർത്ഥിക്കുന്നവൻ, ഹല്ലേലൂയ, സകല ഗൃഹത്തോടു കൂടി ദൈവത്തെ ഭയപ്പെടുന്നവൻ, ജനത്തിൽ വളരെ ദാനധർമ്മം ചെയ്യുന്നവൻ, നീതിമാൻ, നല്ല സാക്ഷ്യം കൈക്കൊണ്ടവൻ. ഇതല്ലേ നമുക്ക് വേണ്ടത്? ശിഷ്യന്മാർക്കും വിശ്വാസികൾക്ക് ഇതല്ലേ വേണ്ടത്? ഇന്നതാണോ ഉള്ളത്? ഹല്ലേലൂയ, സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി വേദഭാഗം എടുത്ത് പറയാനുള്ള കാരണം, പത്രോസ് ആ ജാതീയനായ കൊർന്നല്യോസിനോടും കുടുംബത്തോടും വചനം പ്രസംഗിക്കണം. അതാ ദൈവ ഇഷ്ടം, ദൈവകൽപ്പന. അതവർ വിശ്വസിക്കുമ്പോഴാണ് അവർക്ക് ആത്മരക്ഷ കിട്ടുന്നത്. വാക്കാൽ പറയുന്ന വചനങ്ങൾ, വചനത്തിൻ്റെ വെളിപ്പാടുകൾ മനുഷ്യന്റെ ഹൃദയത്തെ സ്വാധീനിക്കാനിടയായി തീരണം. പത്രോസ് പറഞ്ഞ വചനം കേട്ടവർ ഭയപ്പെട്ടു. അവർ ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുത്തു, സ്തോത്രം ചെയ്തു. ഞങ്ങൾ പ്രസംഗിച്ച വചനം സാക്ഷാൽ ദൈവവചനമായിട്ട് തന്നെ നിങ്ങൾ കൈക്കൊണ്ടതിനാൽ നിങ്ങൾ ഇടവിടാതെ ദൈവത്തെ മഹത്വപ്പെടുത്തും. ഒരു പ്രസ്താവനയാണ്. അപ്പോൾ കൊർന്നല്യോസിൻ്റെ ചരിത്രം ഈ 10-ാം അധ്യായത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്നത്, അവൻ സാക്ഷ്യമുള്ള ഒരു ജീവിതമായിരുന്നു നയിച്ചത്. യോബിനെ പോലെ നിഷ്കളങ്കൻ, നേരുള്ളവൻ, യഹോഭക്തൻ, ദോഷം വിട്ടകന്നവൻ. ഇതാണ് നമുക്ക് വേണ്ടത്. ഇത് വിട്ടിട്ട് വേറെ ഒരു കാര്യത്തിനും നമ്മൾ പോകരുത്. പ്രാർത്ഥനയിൽ വചനശുശ്രൂഷയിൽ വിട്ടിരുന്നു അപ്പോസ്തലന്മാർ, ശിഷ്യന്മാർ. ഇന്നൊക്കെ അതാണോ നടക്കുന്നത്? ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ പ്രിയമുള്ളവരെ. പത്രോസ് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അവരിലെല്ലാം പരിശുദ്ധാത്മാവ് വന്നു. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ ദൈവവചനം കേട്ട എല്ലാവരുടെ മേലും ആത്മാവ് വന്നു, പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകൾ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കിയാൽ പത്രോസിനോട് കൂടെ വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ, ഇതൊരു പഠിക്കേണ്ട വിഷയമാണ്. പരിശുദ്ധാത്മാവ് എന്ന ദാനം ജാതികളുടെ മേലെ പകർന്നിരിക്കേണ്ട വിസ്മയിച്ചു. നമ്മെപ്പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ചവരെ സ്നാനം കഴിപ്പിച്ചു കൂടാതെ വണ്ണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞു. സ്തോത്രം. ദൈവമക്കളെ, ഞാനിതിന് ഒരു വ്യാഖ്യാനം കൊടുക്കേണ്ട ആവശ്യമില്ല. അത് വായിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു 2-3 പ്രാവശ്യമെങ്കിലും പ്രവൃത്തി 15-ാം അധ്യായം വായിക്കുക. ടേക്ക് ദ മെസ്സേജ്, അതിൽ നിന്നൊരു സന്ദേശം എടുക്കുക.
ദൈവസന്നിധിയിൽ താണ് വീണ് കരഞ്ഞപേക്ഷിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. പത്രോസ് വന്ന കൊർന്നേല്യോസിന്റെ ഭവനത്തിൽ പ്രസംഗിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ജനം കർത്താവിലേക്ക് തിരിയാനിടയായി. പ്രസംഗത്തിന്റെ വിഷയം എന്താണ്? അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ്റെ നാമം മൂലം പാപമോചനം ലഭിക്കും എന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയും. പ്രവൃത്തി 2 പുതിയ നിയമസഭയുടെ ആവിർഭാവം. ആ ആവിർഭാവത്തിൽ ആ ഭാഗത്ത് പ്രവൃത്തി പുസ്തകത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്നത്, ഹല്ലേലൂയ, കർത്താവിൻ്റെ ദാസനായ പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിച്ചപ്പോൾ പാപബോധമുണ്ടായി. റിപ്പൻറ്റൻ്റ് ആൻഡ് ബാപ്റ്റിസം, മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടു. ഇന്നിപ്പോൾ മാനസാന്തരം ഇല്ലാതെ സ്നാനപ്പെടുക, കഷ്ടത മാറ്റി, കടം മാറ്റി, കണ്ണീര് തുടച്ച്, കള്ളപ്രവചനങ്ങൾ പറഞ്ഞ്, ദുരുപദേശങ്ങൾ പറഞ്ഞ് ജനത്തെ വഞ്ചിച്ചുകൊണ്ട് വെള്ളത്തിൽ മുക്കി ഉണങ്ങിയ പാപിയെ നനഞ്ഞ പാപിയാക്കി തീർക്കുക. ദാറ്റ് ഈസ് ഗ്രേറ്റ് സിൻ. വലിയ പാപമാണത്. മാനസാന്തരപ്പെട്ട് പാപത്തിൽ മരിച്ചവരാണ് കുടിച്ചിടേണ്ടത്. അല്ല, മാനസാന്തരപ്പെടാത്തവരെ കൊണ്ട് എങ്ങനെ കുടിച്ചിടുന്നത്? പണ്ടൊരു സഹോദരൻ, വിശ്വാസിയായ സഹോദരൻ മരിച്ചു പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോണ് കൂട്ടുകാരൻ്റെ പോക്കറ്റിലുണ്ടായിരുന്നു. ശവസംസ്കാര ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ഫോണിലൊരു കോള് വന്നു, നല്ല ഉഗ്രനൊരു സിനിമാ പാട്ട്. അപ്പോൾ ഈ ചത്തു കിടക്കുന്നവൻ പാപത്തിൽ മരിച്ചില്ലായിരുന്നു. പാപ സ്വഭാവങ്ങൾക്കും കോട്ടം സംഭവിച്ചില്ല, മാറ്റം സംഭവിച്ചില്ല. പഠിപ്പിച്ച ഉപദേശരൂപവും ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസനായി. ഉപദേശം പഠിച്ച് പാപത്തിന് ദാസനിൽ നിന്ന് ക്രിസ്തുവിൻ്റെ ദാസനായിട്ട് വരണം. അതാ ഉപദേശം. റോമാലേഖനം 6 പഠിപ്പിക്കുന്നതാ. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഞാൻ എൻ്റെ വാക്കുകളിലൂടെ പരിമിതപ്പെടുത്തുക. അപ്പോൾ കൊർന്നേല്യോസിൻ്റെ ജീവിത സാക്ഷ്യം, യോബിൻ്റെ ജീവിത സാക്ഷ്യം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇത് നമ്മുടെ ജീവിതത്തിലുണ്ടോ നമ്മൾ പുനഃപരിശോധന ചെയ്യുക. കർത്താവിൻ്റെ വരവായി കാഹളം ധരിക്കുമ്പോൾ തൊഴിഞ്ഞു പോകാതെ രൂപാന്തരം ഉയർപ്പോ കിട്ടണമെങ്കിൽ എന്ത് വേണം? നിഷ്കളങ്കനായി ജീവിക്കണം, ദോഷം വിട്ടകുന്നവനാകണം, യഹോഭക്തനാകണം. ഹല്ലേലൂയ. എന്നാൽ മാത്രമേ നമുക്ക് നിശ്ചയത പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. ഇതിലൊട്ടൊടുക്ക് പരിപാടി കൊണ്ട് സ്വർഗരാജ്യം പ്രാപിക്കാൻ ആർക്കും പറ്റത്തില്ല. വചനമനുസരിച്ച് ജീവിച്ച് ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരായി, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി, അവരുടെ ദിവ്യ സ്വഭാവത്തിൽ കൂട്ടാളികളായി തീരണം. അപ്പോഴാണ് കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടാനുള്ള യോഗ്യത ലഭിക്കുന്നത്. തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തിലുള്ള അന്റുപരാകുവാൻ അവൻ നമ്മെ മുൻനിയമിച്ചിരിക്കുന്നു. വിളിച്ചവരെ മുൻനിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം എന്നുള്ള വിഷയം അവിടെ പഠിക്കാൻ കഴിയുന്നു. കർത്താവിൽ വിശ്വസിക്കുമ്പോൾ പാപി എന്ത് ചെയ്യുന്നു? നീതീകരിക്കപ്പെടുന്നു. നല്ല കാര്യം. നീതീകരിക്കപ്പെട്ടവൻ നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെയാണ് നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നത്. എൻ്റെ വിഷയമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ 10-ാം അധ്യായത്തിലേക്ക് വന്ന് കൺക്ലൂഷൻ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുക. പരിശുദ്ധാത്മാവ് എല്ലാവരുടെ മേലും വന്നു. ഒരു അന്യഭാഷയിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കിയാൽ പത്രോസിനോടുകൂടെ വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവ് എന്ന ദാനം ജാതികളുടെ മേലും പകർന്നിരിക്കുന്നത് കണ്ട് വിസ്മയിച്ചു. നമ്മെപ്പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവരെ സ്നാനം കഴിപ്പിച്ചുകൂടാതെ വണ്ണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞു. സ്തോത്രം. ദൈവമക്കളെ കേൾക്കുക, എത്ര അത്ഭുതകരമായ ഒരു അനുഭവമാണ് ഈ കൊർന്നേല്യോസിൻ്റെ പുസ്തകത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. പത്രോസിൻ്റെ പ്രസംഗം കഴിഞ്ഞപ്പോൾ എല്ലാവരും എന്ത് ചെയ്തു? രക്ഷിക്കപ്പെട്ടു. അവർ മാനസാന്തരമുണ്ടായി. അവർ സ്നാനത്തിലേക്ക് നടത്താൻ പത്രോസിനിടയായി. ഇനി ഇതുപോലെ സംഭവിക്കുന്നുണ്ടോ? ജീവിത സൗകര്യം വർദ്ധിപ്പിച്ചു തരുന്നൊരു കർത്താവ്, കഷ്ടത മാറ്റുന്ന കർത്താവ്, വിസ തരുന്ന കർത്താവ്, രോഗശാന്തി തരുന്ന കർത്താവ്, ഭവനം തരുന്ന കർത്താവ്, ലോകത്തിലെ ഭൗതിക കാര്യങ്ങളെല്ലാം വാരിക്കോരി പ്രാപിക്കാൻ പ്രസംഗിക്കുക, അത് പ്രാപിക്കുകയും ചെയ്യുന്ന പാസ്റ്റർമാരും വിശ്വാസികളും അപകടം മണത്തത് കൊണ്ട് പറയുക, അവനിൽ വിശ്വസിക്കുന്നവനേവനും പാപമോചനം ലഭിക്കും. യേശുക്രിസ്തു വിശ്വസിക്കുന്നവന് പാപമോചനമുണ്ട്. ലംഘനം ക്ഷമിച്ച് പാപം മറച്ചു കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. ന്യായപ്രമാണത്തിൻ്റെ രചനകൾ മുഴുവൻ
പ്രതികാരത്തിൻ്റെതാണ്. പാപം അവിടെ ക്ഷമിക്കപ്പെടുന്നില്ല, മറയ്ക്കപ്പെടുക ചെയ്യുന്നത്. ജീവിതത്തിലേക്ക് വരുമ്പോൾ പാപത്തിന് തിരശ്ശീലിടുകയാണ്. പാപം മോചിച്ചു, ഇനി നീ പാപിയായി ജീവിച്ച് നശിക്കണ്ട. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജാതികളുടെ മേൽ പരിശുദ്ധാത്മാവിനെ പകർന്നു. അവർക്കതൊരു വലിയ വിഷയമായി മാറി. നമുക്ക് കിട്ടിയ പോലെ ആത്മാവിനെ അവരിലും പകർന്നെങ്കിൽ, പത്രോസിന് അതിനെ 9-ാം അധ്യായത്തിലൊക്കെ ഒരു തുപ്പട്ടിയെ കാണിക്കുന്നുണ്ട്. പത്രോസിനെ തുപ്പട്ടി എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള സകല ജാതി മൃഗങ്ങളും ഇഴജന്തുക്കളും എല്ലാം ഉണ്ട്. എഴുന്നേറ്റ് അടുത്ത് തന്നെ പത്രോസെ, ഒരിക്കലും പാടില്ല കർത്താവേ, അശുദ്ധമായതൊന്നും ഞാൻ തൊടുകയില്ലല്ലോ എന്ന് പറഞ്ഞു. ദൈവം വിശുദ്ധീകരിച്ചതിനെ നീ അശുദ്ധനെ നണ്ണരുതെന്ന് പറഞ്ഞു. വല്ലവൻ നണ്ണരുത്. ദൈവം വിശുദ്ധീകരിച്ചതാണ് തൻ്റെ ക്രൂശമരണത്തിലൂടെ ലോകത്തുള്ള സകല ജാതികളെയും ഗോത്രങ്ങളെയും ഭാഷകളെയും വംശങ്ങളെയും കർത്താവിൻ്റെ രക്തത്തിലൂടെ ദൈവം ശുദ്ധീകരിച്ച് ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവരാക്കി തീർക്കുന്ന ചരിത്രമാണ് വേദപുസ്തകം നമുക്ക് തരുന്നത്. അത് വിശ്വസിക്കുക, കർത്താവിൽ വിശ്വസിച്ച് ദൈവവചന വസ്തുപ്രകാരം ജീവിച്ച രക്ഷ സ്വായത്തമാക്കുക. ഞാനെൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്. പത്രോസിൻ്റെ ആ കൊർന്നല്യോസിൻ്റെ ഭവനത്തിലുള്ള വരവ് യഹൂദന്മാരുടെ ഇടയിലുള്ള ചിന്താഗതിയെ പൊളിച്ചെഴുതാനിടയായി. രക്ഷ ജാതികൾക്കും രക്ഷ സാർവത്രികമാണ് എന്നൊരു വലിയ വെളിപ്പാടിലേക്ക് വരുവാനായി ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുക പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഈ വചനങ്ങൾ നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. നിഷ്കളങ്കരായി, നേരുള്ളവനായി, ദോഷം വെട്ടുന്നവനായി, യഹോഭക്തനെ പോലെ, യോവിനെ പോലെ ജീവിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. ഭക്തന്മാരായി ദാനധർമ്മം ചെയ്യുകയും ദൈവത്തെ ഭയപ്പെടുന്നവനും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരും, ഹല്ലേലൂയ, സ്തോത്രം, നീതിമാനായും നല്ല സാക്ഷ്യം കൈക്കൊണ്ടവനായും ഒരു ക്രിസ്ത്യ ജീവിതം നയിക്കുവാൻ, നല്ല പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ അവൻ നമ്മെ മുന്നിയമിച്ചിരിക്കുന്നു. അതെങ്ങനെയാവും പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുന്നത്? ഈ ഉപദേശം അനുസരിച്ച് ജീവിച്ച് ക്രിസ്തുവിൻ്റെ ഭാവം, ക്രിസ്തുവിൻ്റെ മനസ്സ്, അവരുടെ ദിവ്യ സ്വഭാവത്തിൽ നമ്മൾ കൂട്ടാളികളായി തീരുമ്പോഴാണ് കർത്താവിൻ്റെ വരവിൽ ഒരുങ്ങിയിരിക്കുന്ന അനുഭവം ഉണ്ടാകുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ഏറെ പുറകോട്ട് പോയിരിക്കുന്ന അവസ്ഥയായിരിക്കും. ഒരുങ്ങുക, ഉണരുക. ഗലീലപുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത് യേശു പോയതുപോലെ തിരിക്കും. കർത്താവ് നമ്മെ ചേർക്കും, നമ്മുടെ കഷ്ടത മാറും, കണ്ണീർ തുടയ്ക്കും. സ്തോത്രം. അതിനുവേണ്ടി നമുക്ക് ദീർഘക്ഷമയോടെ കാത്തിരിക്കാം. കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കാം. പ്രത്യാശയോടെ കാത്തിരിക്കാം. ദൈവവചന പ്രകാരം കാത്തിരിക്കാം. അപ്പോസ്തലന്മാരുടെ ഉപദേശപ്രകാരം കാത്തിരിക്കാം. പത്യോവചനം പത്യോപദേശം എന്ന നിലയിൽ പഠിച്ചനുസരിച്ച് ജീവിച്ച് കാത്തിരിക്കാം. കർത്താവ് അതിനായി നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. ആമേൻ, 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 ആമേൻ.